Hi friends, welcome back to Easy Handworks. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിന്റെ പേരാണ് Raised Fishbone Stitch. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റിച്ചാണ്. കാരണം ഇത് ചെയ്തു വരുമ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ലുക്കാണ്. നല്ല നീറ്റ് ഫിനിഷിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കാണാനായിട്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ലീവ്സ് ചെയ്തെടുക്കാം, അതുപോലെ ഫ്ലവേഴ്സിന്റെ പെറ്റൽ പോർഷനൊക്കെ ചെയ്തെടുക്കാം. ഈ ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗോൾഡൻ ത്രെഡാണ്. ഇതുപോലെ ട്യൂബിൽ വരുന്ന ഗോൾഡൻ ത്രെഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് മെഷീൻ എംബ്രോയിഡറിക്കും ഹാൻഡ് എംബ്രോയിഡറിക്കും രണ്ട് പേർപ്പസിനും യൂസ് ചെയ്യാവുന്ന ഗോൾഡൻ ത്രെഡാണ്. ഇതിൻ്റെ കവറ് മാറ്റുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കാണ്. ഇതിൽ നിന്ന് ഒരു 8 ലെയേഴ്സ് ഞാൻ ആവശ്യത്തിന് ലെങ്ത്തിന് മുറിച്ചെടുത്തിട്ട് ഒരുമിച്ച് സൂചിമയോട് കോർത്തിട്ടുണ്ട്. ഒരറ്റം ലൂസാക്കി വെച്ചിട്ടുണ്ട്, ഒരറ്റം നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ലീഫ് ചെയ്യാം. ഇപ്പോൾ ലീഫിൻ്റെ ടിപ്പ് പോയിന്റിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട്ലൈനിൻ്റെ ടിപ്പ് പോയിന്റിലായിട്ട് സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരാം. അപ്പം ഞാൻ ഈ ലീഫിന് നടുക്കിക്കൂടെ ഒരു സെൻട്രൽ ലൈനും വരച്ച് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഈ പോയിന്റിലായിട്ട് സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലീഫിൻ്റെ ഏകദേശം നടുവിലായിട്ട് സെൻറ്റർ പോയിന്റിലായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വരച്ച സെൻറ്റർ ലൈനിൻ്റെ ഏകദേശം നടുവിലായിട്ട് സെൻറ്ററിലായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകാം. അതിനുശേഷം നമ്മൾ ഏത് പോയിന്റിലാണോ സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോയത് ആ പോയിന്റിന് നേരെ വരുന്ന രീതിയിൽ മുകളിലായിട്ട് ലീഫിൻ്റെ ഔട്ട്ലൈനുമ വരുന്ന രീതിയിൽ സൂചി മേളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആ സൈഡിലുള്ള ഔട്ട്ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് വേണം സൂചി മേളിലേക്ക് കൊണ്ടുവരാനായിട്ട്. അതിനുശേഷം ഇവിടെ കാണുന്നത് പോലെ നമ്മൾ ഏറ്റവും ആദ്യം സൂചി താഴ്ത്തുന്ന മേളിലേക്ക് കൊണ്ടുവന്ന പോയിന്റിന്റെ തൊട്ട് താഴെയായിട്ട് ലീഫിന്റെ ഔട്ട്ലൈനുമായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. നമ്മളിപ്പോൾ ചെയ്തത് മുൻപ് ചെയ്ത സ്റ്റിച്ചിനെ ഡയഗണലി ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റിച്ചാണ്. ഇനി നമ്മൾ ഇപ്പോൾ സൂചി ഏത് പോയിന്റിലാണോ താഴത്തേക്ക് കൊണ്ടുപോയത് ആ പോയിന്റിന് നേരെ വരുന്ന രീതിയിൽ ലീഫിന്റെ അപ്പർ പാർട്ടിൽ ലീഫിന്റെ ഔട്ട്ലൈനുമായിട്ട് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ അപ്പോൾ അത് ഔട്ട്ലൈനിൽ തന്നെയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. എപ്പോഴും ഔട്ട്ലൈൻ കീപ്പ് ചെയ്ത് പോവാം. അപ്പോഴാണ് നമുക്ക് ആ നീറ്റ് ഫിനിഷിൽ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഡയഗണൽ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത സെൻറ്റർ പോയിന്റ്സിന് നേരെ വരുന്ന രീതിയിലും അതുപോലെ നമ്മുടെ ലീഫിൻ്റെ താഴത്തെ ഔട്ട്ലൈനുമേ ഏകദേശം സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിലുമായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വീണ്ടും ഡയഗണലി ഓവർലാപ്പ് ചെയ്യുന്ന വേറൊരു സ്റ്റിച്ച് കിട്ടി. ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതുപോലെ അപ്പുറയും ഇപ്പുറയും ഡയഗണലി ഓരോ സ്റ്റിച്ചസ് ഇങ്ങനെ ചെയ്ത് പോവും. അടുപ്പിച്ച് ചെയ്തു പോവും. തൊട്ടടുത്തായിട്ട് ഔട്ട്ലൈൻ ഫോളോ ചെയ്ത് പോവും. ഇത്രയും ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. വീണ്ടും മേളിലത്തെ പോയിന്റ് തൊട്ടടുത്തായിട്ട് ഔട്ട്ലൈനുമായിട്ട് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ലീഫിൻ്റെ താഴത്തെ പാർട്ടിൽ മുൻപ് ഏത് സ്റ്റിച്ചാണ് ചെയ്തത് അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിലായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. വീണ്ടും ഔട്ട്ലൈനുമേ അതിന് നേരെയായിട്ട് ലീഫിൻ്റെ ഔട്ട്ലൈനുമേ മുകൾ ഭാഗത്തായിട്ട് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. വീണ്ടും താഴെ ഡയഗണലി ഇതുപോലെ നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത പോയിന്റിൽ ഔട്ട്ലൈനിൽ തന്നെയായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകാം. സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കുക. ഇത് ചെയ്യുന്നതൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. ആകെ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഔട്ട്ലൈൻ കീപ്പ് ചെയ്ത് പോകണം. അതുപോലെ നമ്മൾ തൊട്ടടുത്തായിട്ട് ഗ്യാപ്പ് വിടാതെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോഴാണ് നമുക്ക് ഒരു നീറ്റ് ലുക്കും നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഔട്ട്ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഔട്ട്ലൈൻ വരച്ചത് അത്ര ക്ലിയർ ആയിട്ടില്ലെന്ന് തോന്നുന്നു.
ഈ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു എംബോസ്ഡ് ലുക്ക് കിട്ടും. ഒരു റേസ്ഡ് ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ്. ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങളിത് ഫുള്ളും വാച്ച് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്ത് പോകുന്നതെന്ന് വാച്ച് ചെയ്യുക. ഇത് നമുക്ക് ഗോൾഡൻ ത്രെഡ് തന്നെ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സാധാരണ സ്റ്റാൻഡേർഡ് കോട്ടൺ എംബ്രോയിഡറി ത്രെഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് ആ ഫുൾ ലീഫ് കവർ ചെയ്തെടുക്കണം നമുക്ക്. നമ്മളിപ്പോൾ ഏകദേശം അറ്റത്തെത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ സൈഡിൽ നോക്കിയാൽ അറിയാം ഇനിയും ഓവർലാപ്പ് ചെയ്ത് വരാനുണ്ട്. കുറച്ചും കൂടെയൊക്കെ കവർ ചെയ്ത് പോകാനുണ്ട്. ഇപ്പോഴും ഫുള്ളായിട്ടില്ല. ഇനിയും കുറച്ചും കൂടെയൊക്കെ കവർ ചെയ്യാനുണ്ട്. സൈഡിൽ നോക്കിയാൽ അറിയാം അതങ്ങനെ കാണുന്നത് വൃത്തികേടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ റാപ്പ് ചെയ്തെടുക്കണം. അതൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ചസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ആ സൈഡിൽ കാണുന്നത് പോലെ അങ്ങനെ കാണാൻ പാടില്ല. അതൊക്കെ ഇങ്ങനെ കവറായി പോകണം. ഇനി ഒരു പ്രാവശ്യം കൂടെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോഴാണ് അതൊന്ന് ഫിനിഷിങ്ങിലാവുള്ളൂ. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ കുറേശ്ശെ കാണാം. ഇതും കൂടെ ഒന്ന് കവറായി പോകാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, നമ്മുടെ ഇഷ്ടമാണ്. ഒന്നും കൂടെ കവറായാലാണ് കുറച്ചും കൂടെ ഭംഗി വരാൻ തോന്നുന്നു. കേട്ടോ, അപ്പുറത്തെ സൈഡിലൊക്കെ ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ, ഇത് ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഇനി പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇതാണ് റേസ്ഡ് ഫിഷ്ബോൺ സ്റ്റിച്ച്. ഇതുപോലെ മറ്റുള്ള ലീവ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു
നല്ലൊരു ലുക്കാണ്, നല്ലൊരു 3D ഇഫക്റ്റിലുള്ള ഒരു ലുക്കാണ്, നല്ല എംബോസ്ഡ് ലുക്കാണ്. ഇനി നമുക്ക് സ്റ്റെം ചെയ്തെടുക്കാം. സ്റ്റെം ചെയ്യുന്നത് ഞാൻ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഈ സ്റ്റെം നമ്മൾ ഫുള്ളും സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ നൂല് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വലിച്ച് ശരിയാക്കി നിർത്താം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. ഇതുപോലെ ഓരോ പ്രാവശ്യം നൂലുകളൊന്ന് വലിച്ച് ശരിയാക്കി നിർത്തണം. സെയിം ഡിസ്റ്റൻസ് ഫോളോ ചെയ്ത് പോവാം. സ്റ്റിച്ചുകളുടെ അകലം സെയിം ആയിരിക്കണം, അപ്പോഴാണ് അതിനൊരു നീറ്റ് ലുക്ക് വരിക. സെയിം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ ഗോൾഡൻ ത്രെഡ് കൊണ്ട് ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു ലുക്കാണ്. ഗോൾഡൻ ത്രെഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം 8 ലെയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെ വലിഞ്ഞൊക്കെ വരുന്നത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും അവസാനം നമുക്ക് കിട്ടുന്ന ആ ഫിനിഷ്ഡ് ലുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ലുക്കാണ്, നല്ലൊരു റോയൽ ലുക്കാണത്. ഇതുപോലെ തന്നെ ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എൻഡ് പോയിന്റ് വരെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇവിടെയായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇതുപോലെ തന്നെ മറ്റുള്ള ലീവ്സും സ്റ്റെമ്മും ഒക്കെ ചെയ്തെടുക്കാം. ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ലുക്കാണ്, നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ്, നല്ലൊരു റോയൽ ലുക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ച്, അതുപോലെ സ്റ്റെം സ്റ്റിച്ച്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഓരോ ഡിസൈൻസിൽ ഈ സ്റ്റിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.